ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. നമസ്കാരം. ഇന്ന് നമ്മളോടൊത്ത് ടോക്ക് ടൈമിൽ അതിഥിയായിരിക്കുന്നത് അമേരിക്കയിൽ ചിക്കാഗോയിൽ സീറോ മലബാർ സഭയുടെ അഭിവന്യ പിതാവ് ജോയ് ആലപ്പാട്ട് തിരുമേനിയാണ്. അഭിവന്യ തിരുമേനിയെ ടോക്ക് ടൈമിലേക്ക് സ്വാഗതം ചെയ്യും. അഭിവന്യ തിരുമേനിയുമായി സംസാരിക്കുന്നതിന് അവസരമുണ്ടായ ഈ ധന്യ നിമിഷത്തിൽ എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, പാശ്ചാത്യ നാടുകളിൽ ആത്മീയതയുടെ ഒരു വലിയ കുറവുണ്ടായതായിട്ടുള്ള സംഭാഷണങ്ങളും മാധ്യമ ശ്രദ്ധകളും നിലവിലുണ്ട്. അതിനെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളിൽ ആത്മീയത കുറയുന്നു അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ട്. അത് കുറെ വർഷങ്ങളായിട്ട് തന്നെ ഉള്ളതാണ്. എന്നാൽ നമുക്കറിയാലോ, മനുഷ്യന് ആത്മീയത വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അവൻ്റെ സൃഷ്ടിയിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അവൻ ദൈവമായിട്ടുള്ള അവൻ്റെ ആ ഒരു ചേർച്ച അല്ലെങ്കിൽ ദൈവത്തിൽ വരുവാനുള്ള അവൻ്റെ ആഗ്രഹം. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്ന പോലെ, ദൈവമേ, അവിടുന്ന് അങ്ങേക്കായി എന്നെ സൃഷ്ടിച്ചു, അങ്ങയിൽ ലയിക്കുന്നവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് എന്ന് പറയും. അപ്പോൾ ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഒരു ആത്മീയമായ അന്വേഷണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയിലുള്ള നമ്മുടെ ഈ ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ അതിനുള്ള വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരാം. അത് കണ്ടുകൊണ്ട് നമ്മൾ അവർക്ക് ആത്മീയത ഇല്ല എന്നോ അതെല്ലാം നശിച്ചു എന്നോ നമ്മൾ പറയാൻ പാടില്ല. ഇവിടെ നമ്മൾ കുറേ കൂടി ഇങ്ങനെ ശബ്ദമുഖരിതമായ ഒരു തരം ആത്മീയതയാണ്. അതായത് കുറെ പടക്കം പൊട്ടിക്കണം, കുറെ വെടിക്കെട്ട് നടത്തണം, കുറെ ആർഭാടങ്ങൾ നടത്തണം, അങ്ങനെയൊക്കെയുള്ള കുറെ ബാഹ്യമായ ആഘോഷങ്ങളിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയാണ് നമ്മൾ പലപ്പോഴും കാണാനുള്ളത്. കുറെ കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആത്മീയത നമ്മുടെ നാട്ടിലെ പൊതുവെ കുറവാണ്. പാശ്ചാത്യ നാടുകളിൽ അവർ അന്വേഷിക്കുന്നത് റിയൽ സ്പിരിച്വാലിറ്റി, എന്താണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അത് അന്വേഷിക്കുമ്പോൾ അവർ ദൈവത്തിലാണ് എത്തുന്നത്. അപ്പോൾ അവിടെ കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ തീരെ ഇല്ലാതാകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ അല്ല സംഭവം. സത്യത്തിൽ അങ്ങനെയല്ല. അവർ ഭൗതികതയിലെ ഒരു വലിയ അതിപ്രസരം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആത്മീയതയുടെ ഒത്തിരി നല്ല രേഖകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാൽ, അമേരിക്ക എന്നും ഒരു ലോക മേൽക്കോയ്മയ്ക്ക് വേണ്ടി മുതിരുന്ന ഒരു രാജ്യമാണ്. അത് വന്ന് ഒരു സമാധാനത്തിന്റെ ഇടപെടലിന്റെ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ആയുധ വ്യാപാരം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വന്നതായിട്ട്, അതിനുശേഷം എണ്ണ വ്യാപാരത്തിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് വന്നതായിട്ട്, ഇപ്പൊ അവസാനമായി വെനസ്വേല പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുത്തുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു സിംറ്റം വളരെ വൾഗറായിട്ട്, അതായത് ഒരു ലോക മേൽക്കോയ്മയുടെ ഒരു മൂർധന്യ ഭാവത്തിലേക്ക് വന്നതായിട്ടും അത് നമ്മുടെ ആഗോള തലത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും ചെറുതല്ല. അവിടുന്ന് ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? എല്ലാ കാലഘട്ടത്തിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള പൊളിറ്റിക്സ് ലോകരാഷ്ട്രങ്ങളെ ഭരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നയിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ കാലഘട്ടങ്ങളിലും ഓരോ ഭരണകർത്താക്കളുടെ ഔചിത്യമനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ സ്വേച്ഛാധിപതപരമായ കാര്യങ്ങളെ കൊണ്ടോ ഒക്കെയുള്ള പല നടപടികളും ലോക ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പല ലക്ഷ്യങ്ങളുണ്ട്, പല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ ചില ലോകരാഷ്ട്രങ്ങളിലെ സ്വേച്ഛാധിപതികളായിട്ടുള്ള വ്യക്തികളെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടാകേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ അവരോടൊക്കെ അവൻ്റെ ചെവിക്ക് പിടിക്കാനായിട്ട് ചില ആളുകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ അവര് മൊത്തം അതിന്റെ അതിര് വിടുന്നു എന്ന ഒരു തോന്നല് അഭിവന്യ വിധാനമുണ്ടോ? അതിന് വിടുന്നു എന്നുള്ള തോന്നൽ എനിക്കില്ല. കാരണം ആരെങ്കിലും ഇവരെ ഒന്ന് ശാസിക്കാനും അവർക്ക് വേണ്ടി വന്ന ശിക്ഷ കൊടുക്കാനും വേണമല്ലോ ആരെങ്കിലും. അല്ലെങ്കിൽ അവരുടെ തോന്നിയാസം പോലെ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ മറ്റുള്ള പല രാജ്യങ്ങൾക്കും അതൊരു ദുഷ്പ്രേരണകൾ ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ വരാതിരിക്കണമെങ്കിൽ ആരെങ്കിലും ശക്തമായിട്ട് പറയാനും, വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ച് തന്നെ അവരോട് നിശബ്ദരാകാനും പറയാൻ. അതിനൊക്കെ ഒരു ബാർ ലൈൻ വേണ്ടതല്ലേ? പ്രത്യേകിച്ച് UN-ന്റെ ഇടപെടലുകൾ മുൻപുണ്ടായിരുന്നു. ഇപ്പൊ ആ ഇടപെടലുകളെ പോലും അസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം, അതിനെയാണ് എല്ലാവരും സംശയദൃഷ്ടിയോട് കൂടി കാണുന്നത്. ഈ UN കാര്യം എല്ലാത്തിനും നേതൃത്വം കൊടുക്കാനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും അവര് വളരെ ദുർബലരായി പോകുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് നടപടികളിലേക്ക് കടന്നു വരാൻ ഏതെങ്കിലും രാജ്യം വേണം. അപ്പോൾ അമേരിക്ക ഇന്ന് ലോകത്തിലെ പ്രബലമായ ഒരു രാജ്യമാണ്.
രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും. അതുകൊണ്ട് അവര് ഒരു നായകത്വം എടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇന്ത്യൻ വംശജര്, പ്രത്യേകിച്ച് മലയാളികൾ, അവരുടെ നല്ല നാളുകളാണോ അമേരിക്കയിൽ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത്? അതിന് എല്ലാ കാലങ്ങളിലും അത് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ ഭരണകൂടങ്ങളുടെയും നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ പോലെ ഇരിക്കും. ഒരു കാലത്ത് ഒരുപാട് പേരെ നമ്മുടെ ഒരുപാട് പേരെ അങ്ങോട്ട് കടത്തുവാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, സാധിച്ചിട്ടുണ്ട്. ചില കാലഘട്ടങ്ങളിൽ അങ്ങോട്ട് കടക്കാനായിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു സ്ട്രിക്റ്റ്നെസ് ഉണ്ടാക്കേണ്ടത് ഒരാവശ്യമാണ്. ഒരു ചെക്കിങ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങും എത്താതെ പോകും. അപ്പം അതുകൊണ്ട് ഒരു ചെക്കിങ് ആവശ്യമാണ്. പക്ഷെ അത് നീതിപൂർവമായിരിക്കണം. അത് അർഹതപ്പെട്ടവന് നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. അതാണല്ലോ വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മൾ പറയുന്ന നീതി എന്ന് പറയുന്നത്. അപ്പോൾ അർഹതപ്പെട്ടവന് അവൻ അർഹിക്കുന്ന നീതി ലഭിച്ചിരിക്കണം. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾസ് നടപ്പാക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ സഹോദരങ്ങളായി പരിഗണിക്കുകയും അവരെ അനുകമ്പയോടെ കാണുകയും വേണം. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു സഹൃദയത്തോടു കൂടി ഇടപെട്ട് ജീവിക്കുന്ന ഒരു ജീവിതാന്തരീക്ഷം, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പച്ചയായ പുൽത്തകിടിയിലേക്ക് എന്ന് പറയുന്ന പുസ്തകം തന്നെ വലിയ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഇക്കോ തിയോളജി എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും മനുഷ്യൻ ഇന്ന് പ്രകൃതിയുടെ മേൽ വലിയ കടന്നാക്രമണം നടത്തുന്നതായിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അത് മാർപ്പാപ്പ അതിനെക്കുറിച്ച് ഒരു നല്ല ഒരു ചാക്രിക ലേഖനം എഴുതിയുണ്ടായിട്ടുണ്ട്, ലൗദാത്തെ സി എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കിട്ടിയ ഒരു ഉൾപ്രേരണയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഫ്രാൻസിസ് അസീസി പ്രകൃതിയെ സ്നേഹിച്ച, സഹോദര തുല്യം സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. അതായത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം. ഈ സൃഷ്ടിയെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിന് പാത്രീഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനുഷ്യൻ, അതിൻ്റെയൊക്കെ മകുടമായിരിക്കുന്ന മനുഷ്യൻ അതിനെ വേണ്ട വിധം ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാതെ അതിനെ നശീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും നമ്മുടെ വിശ്വാസം ആഗ്രഹിക്കുന്നില്ല. അപ്പം അതിനെ പരിരക്ഷിക്കുവാനും അതിനെ സംരക്ഷിച്ച് നമ്മുടെ സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ നമ്മൾ ആ പ്രകൃതിയിലുള്ള സസ്യജാലങ്ങളായാലും ജീവജാലങ്ങളായാലും ഈ മണ്ണിനെയും ഈ പ്രകൃതിയെയും ഒക്കെ അതിൻ്റെ തനിമയിൽ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ബാധ്യത ഓരോ മനുഷ്യ വ്യക്തിയിലും നിക്ഷിപ്തമാണ്. അപ്പം അതിലേക്കാണ് മാർപ്പാപ്പ ആ ഒരു ഉത്തരവാദിത്വം, എല്ലാ മനുഷ്യരിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വത്തിലേക്കാണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ മനുഷ്യ മനസാക്ഷിയെ ക്ഷണിക്കുന്നത്. ഈ ചാക്രിക ലേഖനം ഒരുപാട് പേർക്ക് വിചിന്തനത്തിന് ഇടയാക്കിയിട്ടുള്ളതാണ്. പല കത്തോലിക്ക സർക്കിളിൽ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയക്കാരായാലും മതരംഗത്തായാലും ഒക്കെ ഈ രേഖയ്ക്ക്, ഈ ചാക്രിക ലേഖനത്തിന് ഒരു വലിയ പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട്. UN പോലും അതിന് വളരെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതൊരു മാഗ്ന കാർട്ട പോലെയാണ് ലോകം മുഴുവൻ അതിനെ കാണുന്നത്. ആദ്യം പിതാവെ, ഈ ഇന്ത്യൻ യുവാക്കളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു വിദേശത്തേക്കുള്ള പെനിട്രേഷൻ, അതിനെ അവിടുന്ന് എങ്ങനെ കാണുന്നു? അത് എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലെ മനുഷ്യൻ പുതിയ പുതിയ മുഖങ്ങൾ തേടി അല്ലെങ്കിൽ പുതിയ പുതിയ രാജ്യങ്ങൾ തേടി പോയിട്ടുള്ള ചരിത്രമുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ചരിത്രത്തിൽ മുഴുവൻ നമുക്ക് കാണാം ഇതുപോലുള്ള ഒരു പ്രവാസി പ്രവാഹം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയോ അതിനെ തടഞ്ഞു നിർത്തുകയോ ചെയ്യേണ്ടെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുക. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന, ഇപ്പൊ പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു വലിയ ഒരു നഷ്ടം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത്ര ജനസംഖ്യ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തില്ല. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ പുറമേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കളുണ്ടായിരുന്നെങ്കിൽ അതിലിപ്പോൾ 2-3 പേര് പുറമേക്ക് പോകുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ലായിരുന്നു. പക്ഷെ നമുക്ക് ആപ്പാടെ 1-2 പേരുള്ളവർ, അവർ 2 പേരും പോയാൽ പിന്നെ കുടുംബം അനാഥമായി. എനിക്കത് അനുബന്ധമായൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് കേരളത്തിലെ വൃദ്ധസദനങ്ങളുടെ അത് വലിയൊരു ഭീഷണിയാണ്, നമ്മൾ നേരിടുന്ന ഒരു വലിയ ഭീഷണിയാണ്. ഇപ്പോൾ 2011 കണക്കനുസരിച്ചാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 18-19 ആയി കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് അത് 24 ഉണ്ടായിരുന്നതാണ്. അത് മാറി നമ്മൾ ഇത്രയും ഡൗൺ ആയില്ലേ. ഇനിയിപ്പോൾ 21 സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടില്ലേ, അത് വന്നാൽ ഇതിനേക്കാൾ ദയനീയമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ഭീഷണിയാണ് നമ്മളെപ്പോലുള്ള കമ്മ്യൂണിറ്റി അഭിമുഖീകരിക്കുന്നത്. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു വലിയ പോരായ്മയാണ്. വി ഹാവ് ടു പ്രൊമോട്ട് മോർ ബർത്ത് റേറ്റ്. അത് ജീവന്റെ സംരക്ഷണം മനുഷ്യൻ്റെ ഒരു വലിയ ദൗത്യമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനെല്ലാവരും ശ്രദ്ധരായിരിക്കേണ്ടതാണ്. സമ്പാദ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ
ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ പോപ്പുലേഷനാണ്. മനുഷ്യ വിഭവമാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്വത്ത് അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ആ റിസോഴ്സിൽ ബാക്കി വേറെ എന്തെല്ലാം റിസോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റീരിയൽ റിസോഴ്സ് ഒക്കെ എന്തുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അതൊന്നും പ്രയോജനം ചെയ്യില്ല. മനുഷ്യ മസ്തിഷ്കം ഇല്ലാതായ അതൊന്നും ശരിയാവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് വളരെയധികം പോരായ്മ വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. അമേരിക്കയിലെ സീറോ മലബാർ സഭയ്ക്ക് എത്ര ദേവാലയങ്ങളുണ്ട്? ഞങ്ങളുടെ രൂപത സ്ഥാപിതമാകുന്നത് 2001 മാർച്ച് 13 പരിശുദ്ധ പിതാവ് ജോൺ പോൾ II പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ ഇത് 25ാമത്തെ വർഷമാണ്. ഈ 25ാം വർഷം ഞങ്ങൾ ജൂബിലി ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ സീറോ മലബാർ സഭയുടെ ഒരു അടിത്തറ പാകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചാരിതാർത്ഥ്യത്തിലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 54 ഇടവകകളും ഒരു 31 മിഷൻ സ്റ്റേഷൻസും ആയിട്ട് അത് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 30 സ്റ്റേറ്റിലെങ്കിലും നമ്മളുടെ സാന്നിധ്യം ഉണ്ട്. ഓരോ കമ്മ്യൂണിറ്റി ചെറുതോ വലുതോ ആയ കമ്മ്യൂണിറ്റികളുണ്ട്. ഒരു 12,000-ത്തിലധികം പിള്ളേര് ഫെയ്ത്ത് ഫോർമേഷൻ, അതായത് വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ 70ഓളം അച്ഛന്മാര് നമ്മുടെ ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരായിട്ടുണ്ട്. പിന്നെ പല ശുശ്രൂഷകൾ, പല മിനിസ്ട്രികൾ, വിമൻസ് ഫോറം, SMC സീറോ മലബാർ കാത്തലിക് കോൺഗ്രസ്, വിൻസെന്റ് പോൾ, സീനിയർ ഫോറം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് CML, ജോളി ചൈൽഡ്ഹുഡ്, പിന്നെ യൂത്തിന് വേണ്ടിയിട്ട് ഡയസിഷൻ യൂത്ത് അപ്പോസ്ലേറ്റ്, ഇങ്ങനെ പല തസ്തികകളിൽ പല വിവിധ ദശകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രികൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ സജീവമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രൂപത വിവിധ മിനിസ്ട്രികളിലൂടെ, ശുശ്രൂഷകളിലൂടെ മുന്നേറുകയാണ്. അപ്പോൾ നമുക്കൊരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. നമുക്ക് ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾ നന്ദി പറയുവാനായിട്ടുണ്ട്. വളരെ അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഒരുപാട് ദേവാലയങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഇത്രയും വേഗം വളരാനായിട്ട് നമുക്ക് സാധിച്ചത്. പിന്നെ നമ്മുടെ ആളുകളുടെ ആത്മാർത്ഥമായ പരിശ്രമം, അവരുടെ നിർലോഭമായ സഹകരണം, സംഭാവനകൾ, അതിലൂടെയാണ് ഇന്ന് ആ ദേവാലയങ്ങളൊക്കെ അവിടെ തല ഉയർത്തി നിൽക്കുന്നത്. അതുതന്നെ പിതാവിന് മലയാളികളോടായിട്ട് ഒരു സന്ദേശം നൽകുവാനുള്ള എന്താണ്? നമ്മളുടെ വിശ്വാസം എന്നും നമ്മൾ സൂക്ഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. നമ്മുടെ പൈതൃകമായിട്ട് നമുക്ക് ലഭിച്ച ആ വിശ്വാസമാണ് എവിടെയായിരുന്നാലും ഏതെല്ലാം സാഹചര്യങ്ങളായിരുന്നാലും നമ്മളെ വളർത്തുക. നമ്മൾ മറ്റു പല സോഴ്സുകളിലേക്കും നമ്മൾ തിരിയരുത്. നമ്മുടെ വിശ്വാസം കൈവിടാതെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന മോട്ടോ, ഞങ്ങളുടെ ആപ്തവാക്യം ഇതാണ്: വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. ഞങ്ങൾ നഗ്നമായ കണ്ണുകളെ കൊണ്ടല്ല, പിന്നെയോ ഞങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണുകളെ കൊണ്ടാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന പൗലോസ്ലീഹായുടെ വാക്യമാണ് ഞങ്ങളുടെ ആപ്തവാക്യമായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കും. അപ്പോൾ ഇന്ന് പിതാവ് നല്ലൊരു മ്യൂസീഷ്യനാണ് എന്ന് കൂടി കേട്ടിട്ടുണ്ട്. 2 വരി എനിക്ക് ഇഷ്ടമാണ്. മ്യൂസിക് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഞാൻ കുറെ സമയമൊക്കെ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ യേശുദാസിന് വേണ്ടിയിട്ട് ഒരു CD എഴുതി തയ്യാറാക്കി കൊടുത്തതാണ്. ഒരു 1992 ഇറക്കിയ സ്നേഹസുധ എന്നുള്ള ഗാനങ്ങളുടെ ആൽബം. അത് 2 പാട്ട് അതിൽ വളരെയധികം സജീവമാകുകയുണ്ടായി. അത് ഇന്നും വളരെ വളരെ നന്നായിട്ട് പ്രചാരത്തിലുള്ള പാട്ടുകളാണ്. ഒന്ന് കാനായിലെ കല്യാണ നാളിൽ എന്നാരംഭിക്കുന്ന ഒരു ഗാനമുണ്ട്. അതുകൂടാതെ മറ്റൊന്നാണ് ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ, പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം, വീറോടും ഗർവോടും ധനമോടുവാണാലും എന്നും എന്നും എന്നെ കാക്കും തിരുസുതനേ, ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. വായനയുടെയും എഴുത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒപ്പം സംഗീതത്തിൻ്റെയും ലോകത്ത് ഒരു നിറ സാന്നിധ്യമായ അമേരിക്കയിലെ ചിക്കാഗോയിലെ സീറോ മലബാർ സഭയുടെ അഭിമന്യ പിതാവ് ഹ്രസ്വമായ സംഭാഷണത്തിൽ നല്ലൊരു മെസ്സേജ് നമുക്കും മലയാളികൾക്കും നൽകി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിമന്യ പിതാവിന് ടോക്ക് ടൈമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മനോജ്.